ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പോത്തിൻ്റെ കരൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അല്പം കുരുമുളക് പൊടി, ഉപ്പ്, കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു 3 വിസിലടുപ്പിച്ച് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ നമ്മൾ ചേർക്കുകയാണ്. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് ഓൾ സ്പൈസസ്, എന്തൊക്കെ സ്പൈസസ് ഇടാൻ ആഗ്രഹിക്കുന്നു അതൊക്കെ ഇടുക. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. പിന്നെ ഒരു സവോള ഞാൻ ഇട്ടിട്ടുള്ളൂ. ആ സവോളയിൽ അല്പം ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മീറ്റ് മസാല, അതുപോലെ തന്നെ നന്നായിട്ട് കുരുമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ. കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ കരൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. വേവിച്ച് ഓൾറെഡി വെന്തതാണ്, എങ്കിലും ആ മസാല കിടന്നിട്ട് ഒന്നുകൂടി ഒന്ന് വെന്ത് വരണം. അങ്ങനെ വെന്ത് വെള്ളമെല്ലാം വറ്റി നല്ല അടിപൊളി സെറ്റായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പോത്തിൻ്റെ ലിവർ ഫ്രൈ, കരൾ ഫ്രൈ റെഡിയാണ്. ഇത് ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ പിള്ളേർക്കൊക്കെ അത്ര എരിവില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടാണ് ഇത്രയും എരിവ് ഇട്ട് ചെയ്തിരിക്കുന്നത്. പിള്ളേർക്ക് പിന്നെ അതിൽ നിന്ന് ഗ്രേവി ഇല്ലാതെ തന്നെ എടുത്തു കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പോത്തിൻ്റെ ലിവറൊക്കെ കിട്ടുന്നവർ ഇതൊന്ന് മേടിച്ചിട്ട് ഒന്ന് റെഡിയാക്കി നോക്കിട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചക്കയുടെ കൂടെയും കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും അല്ലാതെ വെറുതെ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് റെഡിയാക്കി ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.